കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് തുടരുന്നു. നടാൽ വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളാണ് അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുന്നത്. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, അണ്ടർപാസ് വേണമെന്നതാണ് അവരുടെ ആവശ്യം. ഇക്കാര്യത്തിൽ ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ, സമരമുണ്ടാകാതിരിക്കാനുള്ള എന്തെങ്കിലും ചർച്ചയോ ഇടപെടലോ ഉണ്ടായിട്ടുണ്ടോ? ഗൂഗിൾ അതിനുമുമ്പ് ഒരു തിരുത്തുണ്ട്. അനിശ്ചിതകാലത്തേക്കല്ല, ഒരു ദിവസത്തേക്കാണ് പണിമുടക്ക്. ഇന്ന് വൈകിട്ട് വരെ മാത്രമാണ് പണിമുടക്കുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്താണ്. ഇവിടെ രാവിലെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ യാത്രക്കാരൊക്കെ പലരും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ പണിമുടക്ക് അറിയാത്തവരൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ ചില ബസ് സർവീസുകളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തലശ്ശേരിയിലേക്ക് പോകുന്ന സർവീസുകൾ ആയിരുന്നു ആദ്യം ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത്. ഈ നടാലിൽ ഒരു അടിപ്പാത വേണമെന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. അവിടെ നിരവധി സമരമൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. അവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ നടാലിൽ വഴി പോകാൻ കഴിയാതെ 5-6 കിലോമീറ്റർ ചുറ്റി വളഞ്ഞാണ് സ്വകാര്യ ബസ്സുകളൊക്കെ യാത്ര ചെയ്യുന്നത്. വലിയ ധനനഷ്ടമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം നടത്തിയിരുന്നത്. എന്തായാലും അതിനൊരു തീരുമാനമാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. എന്തായാലും അവർക്ക് ഐക്യദാർഢ്യമായിട്ട് ചില സർവീസുകളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിനുശേഷം മറ്റു ബസ്സുകളൊക്കെ തന്നെ വീണ്ടും ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ചില രാവിലെ പണിമുടക്കിനായി നിർത്തിവെച്ച ബസ്സുകളെല്ലാം ഈ സ്റ്റാൻഡിൽ ഇട്ട ശേഷം ജീവനക്കാരെല്ലാം മടങ്ങിപ്പോവുകയും ചെയ്തു. എന്തായാലും യാത്രക്കാർ ഇപ്പോൾ കാര്യമായിട്ട് രീതിയിൽ ബാധിക്കുന്നില്ല. ഇപ്പോൾ ഈ ബാക്കിയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ സർവീസ് നടക്കുന്നുണ്ട്. ഗൂഗിൾ ശരി, നടാൽ തലശ്ശേരി റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളാണ് കണ്ണൂരിൽ ഇന്ന് പണിമുടക്കിയത്, സർവീസ് നിർത്തിവെച്ചത്. യാത്രക്കാരെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാണ് അജീഷ് ജയകുമാർ നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.